LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയുടെ വെല്ലുവിളിക്ക് മറുപടി നൽകാതെ നൈസായി ഒഴിഞ്ഞുമാറി NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ. താൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ആയിരുന്നില്ല, അതിനാൽ കേരളത്തിന് വേണ്ടി താൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ വി ശിവൻകുട്ടിയുടെ ആശയ സംവാദത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ 24-നോട് പറഞ്ഞു. നിയമമണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശിവൻകുട്ടി അല്പസമയം മുമ്പ് അങ്ങേക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം കേന്ദ്ര സഹമന്ത്രിയായിരുന്ന സമയത്ത് നിയമത്തിന് വേണ്ടി എന്ത് ചെയ്തു, കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു, തിരുവനന്തപുരത്തിന് വേണ്ടി എന്ത് ചെയ്തു, ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് പറയാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, ഞാനൊന്നും ചെയ്തില്ല. കാരണം ഞാൻ MLA ആയിരുന്നില്ല, ഞാൻ MP ആയിരുന്നില്ല. അല്ല, ഇതെന്ത് വെഡിത്തരാണോ പറഞ്ഞത്? ഒരു പുതിയ ആൾ ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ പറയേണ്ടത് ഞാൻ 10 കൊല്ലമായി MLA ആയിരുന്നു, ഞാൻ മേയറായിരുന്നു, ഞാൻ എന്ത് ചെയ്തു എന്നല്ല പറയേണ്ടത്. ഞാൻ രാജീവ് ചന്ദ്രശേഖർ എന്ത് ചെയ്തില്ല എന്നാണ് പറയേണ്ടത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ചെയ്തത് വെച്ച് നോക്കുമ്പോൾ താങ്കൾ ചെയ്തത് 0 ആണെന്ന് പറഞ്ഞു. ചെയ്തില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്നലെ പരശുരാമസ്വാമി ടെമ്പിൾ പോയല്ലോ. ഞങ്ങൾ എത്ര സ്ഥലത്ത് പോയി. നേമത്ത് റോഡില്ല, കുടിവെള്ളമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, തെരുവുനായ ശല്യമുണ്ട്, മാലിന്യം ഒരു പ്രശ്നമാണ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രശ്നമാണ്, ഡ്രെയിനേജ് ഒരു ഇഷ്യൂ ആണ്. ഇതെല്ലാം അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് നോക്കൂ, ഞാൻ ശിവൻകുട്ടിജിനെതിരെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശിവൻകുട്ടിജി MLA ആയിരുന്നു. അദ്ദേഹം എന്തു ചെയ്തു എന്തു ചെയ്തില്ല എന്ന് ജനങ്ങൾക്കറിയാം. എനിക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ജനങ്ങളോട് കൊടുക്കട്ടെ. പിന്നെ താക്കോലും ബൂട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് ആരാ പറഞ്ഞത്? ഞാനല്ലല്ലോ, ശിവൻകുട്ടിയല്ലേ പറഞ്ഞത്. അപ്പോൾ താക്കോലും ബൂട്ടെല്ലാം ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അഹങ്കാരമൊന്നും വേണ്ട. അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ പേരെടുത്ത് രാജീവ് എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ച് സെക്രട്ടറിനെ കാൻഡിഡേറ്റ് ആക്കുന്നു? അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ റിട്ടേണിംഗ് ഓഫീസേഴ്സ് എല്ലാം സഹായിക്കാൻ എന്താ ലേബർ മിനിസ്ട്രിയിൽ നിന്ന് ആൾക്കാരെ അയക്കുന്നത്? നോക്കൂ, ഈ കണ്ണിൽ പൊടിയിടുന്ന രാഷ്ട്രീയവും ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ കാലങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ശിവൻകുട്ടിക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് ജനങ്ങൾ പഠിപ്പിച്ച് കൊടുക്കും. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അതെല്ലാം പഠിച്ച് ശരിക്കും എന്ത് ചെയ്യാൻ പോകുന്നു, എനിക്കൊരു അവസരം തന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവണം. ഞാൻ എന്ത് ചെയ്തില്ല എന്ന് കേൾക്കാനും ധൈര്യം ഉണ്ടാവണം. ശിവൻകുട്ടി ചെയ്ത കാര്യങ്ങൾ വളരെ വ്യക്തമാക്കട്ടെ. ഒപ്പം തന്നെ ഇത്തരത്തിൽ ആളുകളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയാം, ഈ അപരൻ ആയി കൊണ്ടുവന്നത് പോലും ഇത്തരത്തിൽ തൻ്റെ പേരിലുള്ള ആളുകളെ അപരനായി കൊണ്ടുവന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാജയഭീതി കൊണ്ടാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ മനീഷിനൊപ്പം S വിനേഷ് കുമാർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.